ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ മുൻപുണ്ടാക്കിയ അടുപ്പില്ലേ, ആ അടുപ്പിൻ്റെ പാല് കാച്ചലാണ്. നമുക്കതൊന്ന് തീ പിടിപ്പിച്ച് നോക്കാം. എങ്ങനെയുണ്ട്, കത്തുണ്ടോ കത്തണില്ലേ, പുക ഉണ്ടോ പുകയില്ലേ. പുകയുള്ള അടുപ്പാണ്, പക്ഷേ പുക എത്രത്തോളം ഉണ്ട്, എങ്ങനെയൊക്കെ കത്തണ്, നല്ല രീതിയിൽ കത്തണുണ്ടോ, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ഒന്ന് പോയി നോക്കിയാലോ, വാ. ഇതാ അടുക്കളയിൽ നിന്നുള്ള പുറത്തേക്കുള്ള വഴിയാണ്. ഇതാ ക്ലീനാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്ത് വെച്ചിരുന്നതാണ് സെറ്റാവാൻ. ഒക്കെ ഒഴിവാക്കി ഇപ്പോൾ കത്തിക്കാൻ പാകത്തിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് വിറക് വേണം. വിറക് അട്ടത്താണ്. അത് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, വീഡിയോ അട്ടത്തേക്ക് കയറ്റിയേക്കണ്. ഇനിയിപ്പോൾ ഇത് കത്തിക്കാനുള്ള വിറക് കുറച്ച് ഇറക്കിയിടണം. അതായത് കണ്ട, ഇതിൻ്റെ മുകളിൽ നിന്ന് ഇനി കത്തിക്കാനുള്ള വിറക് ഇറക്കിയിടണം. ഇനി അതിൻ്റെ മുകളിൽ നിന്ന് വിറക് ഇറക്കിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തിക്കാനുള്ള ശ്രമത്തിലാട്ടാ. വിറക് ഞാൻ മുകളിൽ നിന്ന് എടുത്തിടണ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അടുപ്പ് കൂട്ടണ പരിപാടിക്ക് കിടക്കാട്ടാ. അങ്ങനെ അടുപ്പിൽ പാല് കാച്ചാൻ പാത്രത്തിൽ പാലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തീ കൂട്ടണം. കാണട്ടാ, പഴമയുടെ മണ്ണെണ്ണ വിളക്ക്. അപ്പോൾ തീ കൊളുത്തിയിട്ട് അടുപ്പിൽ കത്തി പിടിക്കണ്ടേ. അതൊന്ന് ചൂടായി വരണം. ഉള്ളിൽ നനവുണ്ടാവും. നന്നായിട്ട് കത്തുണ്ട് കേട്ടോ. ഓക്കെ ഗായ്സ്, കണ്ട നല്ല കണ്ട കാറ്റോട്ടം കിട്ടുന്നുണ്ട്, തീ കത്തുന്നുണ്ട്. ഓക്കെ, ഇനി പാല് തിളക്കട്ടെ. അതുപോലെ ഗായ്സ്, തിളച്ചാ അപ്പം എങ്ങനെയുണ്ട് അടുപ്പിനെ പറ്റി പറയാൻ? നല്ല അടുപ്പാണ്. നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റോട്ടമുണ്ട്, എല്ലാം ഉണ്ട്. ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടാ. ഇത് ചായ ഉണ്ടാക്കാം അല്ലേ? ഇത് വാങ്ങി വയ്ക്കുക. ഇത് വാങ്ങി വെച്ചിട്ട് ഇനി ചായക്ക് വെള്ളം വയ്ക്കാം. അപ്പോൾ അടുപ്പ് സൂപ്പറാണ് കേട്ടോ. നന്നായിട്ട് കത്തണ്ടേ. എന്നാൽ തിളച്ച് കഴിഞ്ഞാൽ വാങ്ങി വെച്ചാളി. ഓക്കെ, കണ്ട വാങ്ങി വെക്കാനുള്ളൊരു സ്ഥലം കൂടി കണ്ട. ഇത് ചോറായാലും ചോറ് വാർക്കാനും ഉപയോഗിക്കട്ടെ. ഈ ഏരിയ കഴിഞ്ഞു. നല്ല രീതിയിലില്ല, നന്നായിട്ട് കത്തുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചായ ഉണ്ടാക്കണം കേട്ടോ. അത് വെച്ചുകൊണ്ട് അപ്പോൾ അതിനുള്ള വെള്ളം തിളപ്പിക്കുകയാണ്. പഴമയുടേത് ഊതൽ. ഓക്കെ, കത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ കത്തി പിടിക്കുന്നതിന്. അല്ല, നന്നായിട്ട് കത്തണുണ്ട്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ഇതിൽ കത്തിക്കണം. ഇതിൽ വലിയ മറ്റേ ചെരുവൊക്കെ വെക്കാൻ, ഉരുളി അങ്ങനത്തെ എനിക്ക് വെക്കാൻ പറ്റിയാണ്. അല്ല, നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായാൽ മതി ചെയ്യാൻ. ചായ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പുറത്തെ പുതിയ അടുപ്പിലുണ്ടാക്കിയ ചായയാണ്. ഒന്ന് കുടിച്ച് നോക്കട്ടെ. ഇനി കുടിക്കണമല്ലോ, നമ്മളത് ഉദ്ഘാടനം ചെയ്യണമല്ലോ. അപ്പോൾ കുടിച്ച് നോക്കിയിട്ട് നമുക്ക് കണ്ട് ഉദ്ഘാടനം ഉണ്ട് കഴിക്കാം. സൂപ്പർ. ഉമ്മ രണ്ടാമത്തെ അടുപ്പ് ഒന്ന് കത്തിച്ച് നോക്കിയിട്ടാ. സൂപ്പറായിട്ട് കത്തുണ്ടേ. ഇത് ഏകദേശം കത്തിച്ച് അണച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തതും സൂപ്പറായിട്ട് കത്തുന്നുണ്ട്.
ഓ ആയാ കഴിഞ്ഞടുത്ത് മീൻ കൂട്ടാൻ വിചാരിച്ച് കണ്ട അവസ്ഥ ഉണ്ടാകണണ്ട കൈ 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 കത്തൂലെന്നാരാ പറഞ്ഞത്? നല്ല രീതിയിൽ കത്തുണ്ടല്ലോ അല്ലേ? ഇപ്പോഴാണ് മനസ്സിന് സമാധാനമായത് കേട്ടാ. അടുപ്പ് നന്നായിട്ട് കത്തണുണ്ട്. അത് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. കുറേ പേര് കമൻറ്റിൽ ഇങ്ങനെ പറയണ മാതിരി തോന്നി ഏട്ടാ ഇട്ട വീഡിയോയിലെ അത് കുഴി കുറച്ച് കൂടിപ്പോയോ, ചിലർ കുറഞ്ഞു പോയോ എന്നൊക്കെ പറയണ മാതിരി ഇങ്ങനെ തോന്നി. അപ്പോൾ എനിക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി കത്തൂല, ഇനി പുക നല്ല തള്ളി വരുമോ, ഓക്സിജൻ വേണമല്ലോ കത്തണമെങ്കിൽ. അപ്പോൾ നന്നായിട്ട് കത്തണുണ്ട്. അപ്പോൾ അത്രയുള്ള അടുപ്പിൻ്റെ വീഡിയോ. പുതിയൊരു വീഡിയോസുമായി വീണ്ടും വരാം. ബൈ.